2014 അധികാരത്തിൽ വന്നതു മുതൽ ഒരേ സമയം തിരഞ്ഞെടുപ്പ്, അതായത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നതിനെ BJP സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. 2017 നീതി ആയോഗ് ഈ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. അടുത്ത വർഷം അന്നത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. 2018 ഓഗസ്റ്റിൽ നിയമഭരണഘടനാ വശങ്ങൾ പരിശോധിച്ച് ഒരു കരട് റിപ്പോർട്ട് ലോ കമ്മീഷൻ പുറത്തിറക്കുന്നു. 2019 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയും പറഞ്ഞു. 2023 സെപ്റ്റംബറിൽ ലോക്സഭയിലും സംസ്ഥാന അസംബ്ലികളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പരിശോധിക്കാനും ശുപാർശകൾ നൽകാനും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയെ കേന്ദ്ര സർക്കാർ രൂപീകരിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ, രാജ്യസഭയിലെ മുൻ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ്, മുൻ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ്, മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ സുഭാഷ് കശ്യപ്, മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ എന്നിവരായിരുന്നു ഈ സമിതിയിലെ അംഗങ്ങൾ. 2024 മാർച്ച് 10 വരെ ന്യൂഡൽഹിയിലെ ജോധ്പൂർ ഓഫീസിൽ 65 മീറ്റിംഗുകൾ നടത്തുകയും 2024 മാർച്ച് 14 ഇതിന്റെ റിപ്പോർട്ട് പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് സമർപ്പിക്കുകയും ചെയ്തു. അതായത് ദക്ഷിണാഫ്രിക്ക, സ്വീഡൻ, ബെൽജിയം, ജർമ്മനി, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്ന രീതിയെപ്പറ്റി ഈ പാനൽ പഠിക്കുകയും അതിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത കണക്കിലെടുത്ത് ഇന്ത്യക്കും അനുയോജ്യമായ ഒരു മാതൃക വികസിപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് ഇവരുടെ പഠനം. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്താൻ ഭരണഘടനയുടെ അവസാന 5 അനുച്ഛേദങ്ങൾ ഭേദഗതി ചെയ്യാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി ശുപാർശ ചെയ്തു. 18,626 പേജുകളുള്ള റിപ്പോർട്ടാണ് ഈ സമിതി സബ്മിറ്റ് ചെയ്തത്. എന്താണ് ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ലോകസഭയിലേക്കും എല്ലാ സംസ്ഥാന അസംബ്ലികളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും, അതായത് മുനിസിപ്പാലിറ്റികളിലേക്കും പഞ്ചായത്തുകളിലേക്കും ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 1967 4ാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് വരെ ഇന്ത്യയിൽ ഈ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആദ്യ 4 പൊതു തെരഞ്ഞെടുപ്പുകളിൽ ലോകസഭയിലേക്കും സംസ്ഥാന അസംബ്ലികളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു. അന്ന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിൽ. കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നേറ്റത്തെ തുടർന്ന് പിന്നീട് ഇത് വേറെ വേറെ നടത്തുകയായിരുന്നു. ഇപ്പോൾ രാജ്യം ഓരോ വർഷവും 5 മുതൽ 6 വരെ തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കുന്നു. മുനിസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയാൽ തെരഞ്ഞെടുപ്പുകളുടെ എണ്ണം പല മടങ്ങ് വർദ്ധിക്കും. ഇങ്ങനെ ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഒരേ സമയം നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ കുറച്ചു കാലമായി രാഷ്ട്രീയ പാർട്ടികളുടെയും അവരുടെ നേതാക്കളുടെയും ഒക്കെ ചർച്ചാ വിഷയമാണ്. അടിക്കടിയുള്ള തെരഞ്ഞെടുപ്പുകൾ സർക്കാരിന്റെ ഖജനാവിന് ഭാരമുണ്ടാക്കുന്നു എന്നതാണ് ഒരേ സമയം തെരഞ്ഞെടുപ്പിനെ അനുകൂലിക്കുന്ന വാദം. കൂടാതെ ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകൾ സർക്കാർ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിലേക്ക് നയിക്കുന്നു. ഇത് പൗരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മൂലം സർക്കാർ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ സേനയുടെയും ഉപയോഗം അവരുടെ ചുമതലകളുടെ നിർവഹണത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. വികസന പരിപാടികളുടെ വേഗത കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റിയുടെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണ്? 2 ഘട്ടങ്ങളിലായി ഒരേ സമയം തിരഞ്ഞെടുപ്പ് സാധ്യമാക്കുക. അതായത് ലോകസഭ, സംസ്ഥാന നിയമസഭ എന്നിവയിലേക്ക് ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തും. ലോകസഭാ തിരഞ്ഞെടുപ്പ് സംസ്ഥാന നിയമസഭകളുടെ തിരഞ്ഞെടുപ്പിന് ശേഷം 100 ദിവസത്തിനകം മുനിസിപ്പൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്ന തരത്തിൽ മുനിസിപ്പാലിറ്റികളിലേക്കും പഞ്ചായത്തുകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തും. ലോകസഭ, സംസ്ഥാന നിയമസഭകൾ എന്നിവയുമായി പിന്നീട് അതിനെ സമന്വയിപ്പിക്കും. അതുപോലെ തന്നെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിയാലോചിച്ച് ഒരൊറ്റ വോട്ടർ പട്ടികയും EPICയും തയ്യാറാക്കാൻ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രാപ്തരാക്കുന്ന ഭരണഘടനാ ഭേദഗതികളും ഈ പാനൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കൊണ്ട് വോട്ടർമാർക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വോട്ടർമാർക്ക് എളുപ്പവും സൗകര്യവും ഉറപ്പാക്കുകയും വോട്ടർമാരുടെ ക്ഷീണം ഒഴിവാക്കുകയും കൂടുതൽ വോട്ടിംഗ് ശതമാനം സുഗമമാക്കുകയും ചെയ്യുമെന്നതാണ് ഒരേ സമയം തിരഞ്ഞെടുപ്പിനെ അനുകൂലിക്കുന്ന വാദം. കൂടാതെ ഗവൺമെന്റിന്റെ 3 തലങ്ങളിലേക്കും ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കുടിയേറ്റ തൊഴിലാളികൾ വോട്ട് ചെയ്യാൻ അവധിയെടുക്കുന്നത് മൂലം ബിസിനസ്സിൽ വരുന്ന നഷ്ടങ്ങൾ കുറയ്ക്കാനും സാധിക്കും. സർക്കാരിന്റെ ഖജനാവ് കാലിയാകുന്നത് കുറയ്ക്കാനും സാധിക്കും. ഇത് ഇന്ത്യ എന്ന രാജ്യത്തിന് ഒരു പുതിയ ആശയമല്ല. 1967 മുമ്പ് ഇന്ത്യ ഒരേ സമയം ലോകസഭ, അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ നടത്തിയിരുന്നു. 1951, 52, 1957, 1962, 1967 വർഷങ്ങളിലായിരുന്നു അത്. എന്നാൽ ചില സംസ്ഥാന അസംബ്ലികളുടെ ലോകസഭയും അവരുടെ നിഗമനങ്ങൾക്ക് മുന്നോടിയായി പിരിച്ചുവിട്ടപ്പോൾ അവ നിർത്തിവെച്ചു. തെരഞ്ഞെടുപ്പ് വേളയിൽ ചെലവഴിക്കുന്ന സമയവും പണവും ലാഭിക്കാൻ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിപ്രായം. എന്നാൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ പ്രാബല്യത്തിൽ വരണമെങ്കിൽ
ഭരണഘടനയിലെ 5 ആർട്ടിക്കിളുകളിലും ജനപ്രാതിനിധ്യ നിയമത്തിലും മാറ്റം വരുത്തേണ്ടി വരും. എല്ലാ വർഷവും നിരവധി തവണ പോളിംഗ് ഉദ്യോഗസ്ഥരെയും സുരക്ഷാ സേനയും വിന്യസിക്കുന്നത് വെട്ടിക്കുറയ്ക്കുകയും പൊതു ഖജനാവും രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രചാരണത്തിന് ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഒറ്റ തവണയുള്ള തെരഞ്ഞെടുപ്പ് വോട്ടർമാരുടെ പോളിംഗിനെ മെച്ചപ്പെടുത്തുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നിലവിൽ ഓരോ സംസ്ഥാനത്തിനും പൊതു തെരഞ്ഞെടുപ്പിന് കാര്യമായ വ്യത്യാസമുണ്ട്. ഭരണഘടനാ ഭേദഗതി കൂടാതെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗവൺമെന്റുകളും അതുപോലെ തന്നെ ഒരുപക്ഷെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും ഇത് അംഗീകരിച്ചാലും ഈ 5 ആർട്ടിക്കിൾ ഭേദഗതി ചെയ്യുന്നതിലൂടെ ഇന്ത്യയുടെ ഫെഡറൽ ഘടനയെ ലംഘിച്ചുവെന്ന് ആരോപിച്ച് ആക്രമണത്തിന് നിർദ്ദേശം കൊടുക്കാൻ സാധിക്കുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 83 പാർലമെന്റിന്റെ കാലാവധി, ആർട്ടിക്കിൾ 85 രാഷ്ട്രപതി ലോക്സഭ പിരിച്ചുവിടൽ, ആർട്ടിക്കിൾ 172 സംസ്ഥാന നിയമസഭകളുടെ കാലാവധി, ആർട്ടിക്കിൾ 174 സംസ്ഥാന നിയമസഭകളുടെ പിരിച്ചുവിടൽ, കൂടാതെ ആർട്ടിക്കിൾ 356 രാഷ്ട്രപതി ചുമത്തൽ എന്നിവയാണ് ഈ 5 ആർട്ടിക്കിളുകൾ. ഒരു സംസ്ഥാനമോ കേന്ദ്ര സർക്കാരോ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുകയോ അല്ലെങ്കിൽ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് പിരിച്ചുവിടുകയോ ചെയ്താൽ എന്ത് ചെയ്യുമെന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന്. അപ്പോൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉത്തരവിടുക എന്നത് അസാധ്യമാണ്. ഓരോ 15 വർഷത്തിലും 10,000 കോടി രൂപയാണ് ഒരു രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് ചെലവ്. EVMS അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വാങ്ങുന്നതിനുള്ള ആവർത്തിച്ചുള്ള ചെലവാണ് ആശങ്കയുടെ മറ്റൊരു മേഖല. ഇത് 15 വർഷം കൂടുമ്പോൾ 10,000 കോടി രൂപയോളം വരുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പാനലിന് പൊതുജനങ്ങളിൽ നിന്ന് ഏകദേശം 21,000 നിർദ്ദേശങ്ങൾ ലഭിച്ചു. അതിൽ 81% പേർ അനുകൂലിച്ചു പറയുന്നവരാണ്. പല രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ഏറ്റവും കൂടുതൽ ഇതിനെതിരെ ശബ്ദമുയർത്തിയത്. ഈ നിർദ്ദേശത്തെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ അട്ടിമറിക്കാനുള്ള രൂപകൽപ്പന എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ സ്വേച്ഛാധിപത്യം, ഒരു ജനാധിപത്യ വസ്ത്രം, ദേശീയ പൊതുരംഗത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നതിനുള്ള ഒരു സംവിധാനം സൃഷ്ടിക്കുക എന്നാണ് അവർ ഇതിനെപ്പറ്റി പറഞ്ഞത്. അതുപോലെ MK സ്റ്റാലിൻ ഇതിനെ ജനാധിപത്യ വികേന്ദ്രീകരണത്തിനുള്ള ഭീഷണിയാണ് എന്ന് പറഞ്ഞു. ഇത് അപ്രായോഗികമാണ് എന്നും ഇന്ത്യൻ ഭരണഘടനയിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും ഇതിനെ എതിർത്തു. പാർലമെന്റിന്റെ ജനാധിപത്യം എന്ന ആശയത്തെയും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെയും ഇത് തകർക്കുമെന്ന് AAP മേധാവി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. എന്നാൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇതിനെ എതിർത്തിട്ടില്ല. ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും പ്രാദേശിക കോൺഗ്രസ് ഘടകവും കേന്ദ്രഭരണ പ്രദേശത്ത് നിന്ന് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ആകാൻ സർക്കാരിനോട് ആഹ്വാനം ചെയ്തു. സെപ്റ്റംബറിൽ രൂപീകരിച്ച ഈ പാനൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച സമ്പ്രദായങ്ങൾ പഠിക്കുകയും 39 രാഷ്ട്രീയ പാർട്ടികളോടും സാമ്പത്തിക വിദഗ്ധരോടും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും കൂടി ആലോചിക്കുകയും ചെയ്തു. ഇത് നല്ല ഒരു ആശയമാണ് എങ്കിലും നിലവിലുള്ള തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ തകർക്കാനും വീണ്ടും വിന്യസിക്കാനും കഴിയുന്ന നിയമപരമായ ഒരു സുസ്ഥിരമായ സംവിധാനം ഇതിനാവശ്യമാണ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നിർദ്ദേശം 2019 BJPയുടെ പ്രകടന പത്രികയുടെ ഭാഗമായിരുന്നു. എന്നാൽ ഭരണഘടനാ വിഷയങ്ങളിൽ ചുവപ്പുകൊടി ഉയർത്തിയ പ്രതിപക്ഷത്തിൽ നിന്ന് കനത്ത വിമർശനമാണ് ഉയർന്നത്. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് ഇന്ത്യ എന്ന രാജ്യത്തിലെ ഓരോ പൗരന്റെയും വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്യുന്നതാണോ? ജനാധിപത്യ വിരുദ്ധമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.